ഞാനും നിങ്ങളും എഴുന്നേറ്റ് വന്ന ചെമ്പിന്റെ തറയിൽ പേടിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന മഷറയുണ്ടല്ലോ. പെങ്ങളെ, നിനക്ക് ആ ദിവസത്തെ കുറിച്ചറിയുമോ? ഉമ്മമാര് പറയാറുണ്ട്, ഉസ്താദേ, എല്ലാ പെണ്ണുങ്ങളും പറയാറുണ്ട് പ്രസവത്തിന് മരണവേദനയാണെന്ന്, പ്രസവത്തിന് മരണവേദനയാണെന്ന്. പെങ്ങളെ, വേദനയില്ല എന്ന് ഞാൻ പറയുന്നില്ല. വല്ലാത്ത വേദനയല്ലേ, വല്ലാത്ത വേദനയല്ലേ. ഒരുപാട് നിലവിളിച്ചില്ലേ, ഒരുപാട് വേദന സഹിച്ചില്ലേ. എന്നാലും നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തെങ്ങാനും ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിലോ അവള് പ്രസവിക്കുന്നതറിയില്ല ഉമ്മ. അവൾ അറിയാതെ പ്രസവിച്ചു പോവുകയാ, അവൾ അറിയാതെ പ്രസവിച്ചു പോവുകയാ. ആ ഭയാനകമായ ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ അപരാധങ്ങൾ മുഴുവനും ഞാൻ ഈ പറയുന്നത് വരെ എന്റെ വലതു തോളിലിരിക്കുന്ന മലക്കുകൾ എഴുതുകയാ, നിങ്ങളിരിക്കുന്നതും മലക്കുകൾ എഴുതുകയാ. ഈ വഅദ് കേൾക്കുന്ന മജ്‌ലിസിലും ചെയ്തിരിക്കുന്നത് നല്ല കാര്യമാണല്ലോ. ആ നല്ല കാര്യം വലതു തോളിലിരിക്കുന്ന മലക്ക് എഴുതി വെക്കുകയാണ്. പെങ്ങളെ, ഈ വഅദ് പറയുന്ന മജ്‌ലിസിലിരുന്നിട്ട് മൊബൈൽ വാട്സപ്പിനകത്ത് കയറിയിട്ട് കാമുകനോട് ചാറ്റുന്നത് ഇടതു തോളിലിരിക്കുന്ന മലക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാ. ഇതെല്ലാം നാളെ പടച്ച റബ്ബ് നമ്മുടെ കയ്യിൽ തരുന്ന ഒരു ദിവസമുണ്ടല്ലോ. അല്ലാഹു എണ്ണി എണ്ണി ചോദിക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. ആ കിതാബ് എടുത്ത് നമ്മുടെ കയ്യിലേക്ക് തരുമ്പോ നമ്മൾ അല്ലാഹുവോട് ചോദിക്കുന്നു, മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ. അല്ലാഹുവിനോട് ചോദിക്കുന്നു, ഇത് എന്ത് കിതാബാണ് റബ്ബേ? എല്ലാം ഉണ്ടല്ലോ അല്ലാ. രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, ആരും അറിയാതെ ബെഡ്റൂമിന്റെ അകത്ത് വാതിലടച്ചിരുന്ന് ചെയ്തത് വരെ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ തമ്പുരാന്. ഇതെന്ത് കിതാബാണ് റബ്ബേ? ഇതിനെ കുറിച്ച് മുഴുവനും അല്ലാഹു വിചാരണ ചെയ്യുന്ന പരലോകമുണ്ടല്ലോ. എണ്ണി എണ്ണി ചോദിക്കും ചെറുപ്പക്കാരാ. എല്ലാവരും ജീവിതത്തിൽ ചെയ്തത് മുഴുവനും അല്ലാഹു എണ്ണി എണ്ണി ചോദിക്കുന്ന മശറയുണ്ടല്ലോ. എപ്പോഴും ദുആ ചെയ്യുമല്ലോ, അല്ലാഹുവേ ഹിസാബ